ഹലോ ഗൈസ്, ഇന്ന് ജനുവരി 13 തിങ്കളാഴ്ച. അപ്പം മാർക്കറ്റിന്റെ ഇന്നത്തെ ഓപ്പണിംഗ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മാർക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, മാർക്കറ്റ് ഒരു വളരെ പരിതാപകരമായുള്ള അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഒരു മേക്ക് ഓർ ബ്രേക്ക് ലെവലിലോട്ട് മാർക്കറ്റ് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് മാർക്കറ്റിൽ സിവിയറായിട്ടുള്ള ഫോളിംഗ് ആണ്, ഭയങ്കരമായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം പ്രത്യേകിച്ച് ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് മാർക്കറ്റിൽ ഇപ്പം ഓപ്പണിങ്ങിൽ തന്നെ മാർക്കറ്റ് ഒരു പുട്ട് ഓപ്ഷൻ എടുക്കുന്നവർക്ക് മാത്രമാണ് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത കൂടുതലും ഇപ്പോൾ കാണുന്നത്. മാർക്കറ്റ് നമുക്കറിയാം, മാർക്കറ്റ് ഡിസംബർ 13 വന്ന ഡിസംബർ 13 തൊട്ട് ഫോൾ ചെയ്യാൻ തുടങ്ങിയതാണ്. 24,866 ലെവലിൽ നിന്ന് ഫോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 23,265 എത്തി. ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും, നവംബർ 21 ഇന്നത്തെ ലോയിൽ നിന്നും ഡിസംബർ 6 1600 പോയിന്റ് നിഫ്റ്റി അപ്പായിട്ട് അവിടുന്ന് തിരിച്ച് വീണ്ടും എവിടെയാണോ നവംബർ 21 സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ലെവല്, ആ ലെവലിലോട്ട് ഏകദേശം നിഫ്റ്റി ഇപ്പോൾ അടുത്ത് വന്നിരിക്കുക. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു ലെവൽ, അതായത് നവംബർ 21 ലെവൽ എന്ന് പറയുന്നത് 23,265 ആ ലെവലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനിയുള്ള ഏറ്റവും ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ആ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ മിക്കവാറും ഒരു രക്തച്ചൊരിച്ചിൽ തന്നെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിഫ്റ്റിക്ക് മാത്രമേ ഇപ്പം ഈ ലെവൽ സപ്പോർട്ടുള്ളൂ. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം, ബാങ്ക് നിഫ്റ്റി ഓൾറെഡി അതിൻ്റെ നവംബറിലെ ഒക്കെ ഉള്ള സപ്പോർട്ടുകളെല്ലാം ബ്രേക്ക് ചെയ്ത്, നവംബറിലെ സപ്പോർട്ടുകൾ മാത്രമല്ല, 2024 ഓഗസ്റ്റ് മാസം 7 ആയിരുന്നു അതിൻ്റെ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന, ഇപ്പോഴത്തെ ലെവലിന്റെ ക്ലോസിംഗ് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം ആയിരുന്നു. അത് ഏകദേശം 49,668 എന്നുള്ള ലെവലായിരുന്നു. 49,716 എന്നുള്ള ലെവൽ. ആ ലെവലൊക്കെ വിട്ടിട്ടിപ്പം ഏകദേശം 2 ദിവസം കഴിഞ്ഞു. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനിയിപ്പം അടുത്ത സപ്പോർട്ട് എവിടെയാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ലെവലിലോട്ട് ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്കറിയത്തില്ല, ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ഭയങ്കര വീക്കാണ്. അപ്പം അതുകൊണ്ട് വീക്കായിട്ടുള്ളൊരു ബാങ്ക് നിഫ്റ്റി എന്തുമാത്രം നിഫ്റ്റിയെ താഴോട്ട് ഇനി പുൾ ഡൗൺ ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പം ആകെ നമുക്കിപ്പോ ഒരു പ്രതീക്ഷ ഉള്ളതെന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഉള്ളൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ 23,265 എന്നുള്ള ലെവലാണ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. അപ്പോൾ ഇന്നിപ്പോൾ മാർക്കറ്റ് നോർമലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ലെവലും കൂടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. മാർക്കറ്റിൽ ഒരു വലിയൊരു ഫോള്, കാരണം നിഫ്റ്റിയിലും ഇനി അടുത്ത സപ്പോർട്ട് എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇനിയിപ്പം ഒത്തിരി താഴെയാണ്, ഏകദേശം 21,873, ഏകദേശം 22,000 കൂട്ടിക്ക് 22,000 ചിലപ്പം 22,000 ഒരു റൗണ്ട് നമ്പർ ആയതുകൊണ്ട് ചിലപ്പോൾ 22,000 വരുമ്പോഴത്തേനും ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പക്ഷെ അത് ഇപ്പോഴത്തെ 23,400 നിന്നും ഏകദേശം 1,200-300 പോയിന്റുകളും താഴെയാണ്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഓപ്ഷൻ ബേസ് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ഓപ്ഷൻ ബൈങ്ങിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും കോൾ ഓപ്ഷൻ ബൈങ്ങിൽ നിന്നും യാതൊരു കാരണവശാലും നിങ്ങൾ പോകരുത്. മാർക്കറ്റിന്റെ ഓപ്പണിങ്ങിന്റെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് എപ്പോഴും മാർക്കറ്റിൽ പുട്ട് സൈഡ് നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇന്നലെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ചിട്ട് നിഫ്റ്റി അധികം ക്രാക്ക് ആയില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ബാങ്ക് നിഫ്റ്റി അത്രയും പൊട്ടിയിട്ടും നിഫ്റ്റി പൊട്ടാതെ പിടിച്ചു നിൽക്കാനായിട്ട് ഒരൊറ്റ ഒരു കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അന്നത്തെ ദിവസം ഒരു ഇൻഡെക്സ്, അതായത് നിഫ്റ്റി IT ഇൻഡെക്സ് ഏകദേശം നമ്മൾ നോക്കിയറിയാം 1,500 പോയിന്റ്, അതായത് 3.43% അന്നത്തെ ദിവസം IT ഇൻഡെക്സ് കയറിക്കൊണ്ട് മാത്രമാണ്
നിഫ്റ്റിയിൽ വൻ തകർച്ച ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച സംഭവിക്കാതിരുന്നത്. അപ്പം ഇന്ന് അത് സംഭവിക്കണമെന്നില്ല. പക്ഷെ എന്നാലും ഒരു പ്രതീക്ഷ. നമ്മളിപ്പോൾ നിഫ്റ്റി 80 ഇൻഡെക്സിന്റെ നമ്മൾ ഡെയിലി ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. നിഫ്റ്റി 80 ഇൻഡെക്സിന്റെ ഡെയിലി ചാർട്ട്. ഇപ്പൊ നിഫ്റ്റി 80 ഇൻഡെക്സിന്റെ ഈ ഒരു സെപ്റ്റംബറിലെ റെസിസ്റ്റൻസ് എല്ലാം ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി 80 ഇൻഡെക്സ് ഒത്തിരി മേലോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഈ നിഫ്റ്റിയെ ഈ ഇത്രയും ഹൈലോട്ട്, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ നവംബറിലെ ആ ലോയിൽ നിന്ന് നിഫ്റ്റിക്ക് ഇത്രയും ഒരു 1600 പോയിന്റോളം മേലോട്ട് പോകാനായിട്ട് നിഫ്റ്റിയെ സഹായിച്ച ഒരേ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി 80 ഇൻഡെക്സ് ആണ്. കാരണം നമുക്കെല്ലാം അറിയാം, ഈ ഇപ്പം ഡോളർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. റുപ്പി ഓരോ ദിവസവും ഡിപ്രിഷിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഡോളർ സ്ട്രോങ് ആകുന്നത് നമ്മുടെ ഇവിടുത്തെ IT കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ. അതുകൊണ്ട് തന്നെയാണ് നിഫ്റ്റിയുടെ ഈ മുന്നേറ്റത്തിന്റെ പിന്നിൽ IT ഇൻഡെക്സിന്റെ വലിയൊരു പങ്കുണ്ട്. അപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം IT ഇൻഡെക്സ് ഈ ഒരു റെസിസ്റ്റൻസ് ടേൺ സപ്പോർട്ട് ലെവലിൽ നിൽക്കുവാണ്. അപ്പം ഈ വെള്ളിയാഴ്ച അവിടെ നിന്ന് ഒരു ഷാർപ്പായിട്ടൊരു ബൗൺസ് ബാക്ക് ഉണ്ടായി. അതുകൊണ്ട് ഇനിയിപ്പം ഇന്നിപ്പം മാർക്കറ്റ് ഇപ്പം നിഫ്റ്റി താഴോട്ട് മറ്റുള്ള ഇൻഡെക്സുകൾ കൊണ്ടും താഴോട്ട് വന്നാലും ഈ പറയുന്ന നിഫ്റ്റി 80യുടെ ഈ ഒരു സപ്പോർട്ട് ലെവൽ, അതായത് ഏകദേശം 43,430 നിഫ്റ്റി 80യുടെ ഈ ഒരു സപ്പോർട്ട് ലെവൽ എത്തുമ്പം മാർക്കറ്റ് അവിടെ ചിലപ്പോൾ സ്റ്റോപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓപ്പണിങ്ങിൽ യാതൊരു കാരണവശാലും ഒരു ട്രേഡ് എടുക്കാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹ്യൂജ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമ്മൾ യാതൊരു കാരണവശാലും ഒരു ഓപ്ഷൻ ബയർ ഉടനെ ചാടിക്കറി പൊസിഷൻസ് ഒന്നും എടുക്കാതിരിക്കുക. നിങ്ങൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു അത് ഇന്നെന്ന് മാത്രമല്ല, നമ്മളിപ്പം ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെങ്കിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ എല്ലായ്പ്പോഴും ആദ്യം മാർക്കറ്റ് ഓപ്പണിങ്ങിൽ തന്നെ ഇപ്പൊ നിങ്ങൾ എത്ര അനാലിസിസോ അല്ലെങ്കിൽ ലെവൽസ് ഒക്കെ വരച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ടോ ഗ്യാപ്പ് ഡൗൺ ആയിട്ടോ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ, അതായത് PDHനോ BDLനോ മേളിലായിട്ട് ഗ്യാപ്പ് അപ്പ് ആയിട്ടോ ഗ്യാപ്പ് ഡൗൺ ആയിട്ടോ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അന്നേരം തന്നെ നിങ്ങൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒന്ന് ഇൻഡെക്സിനെ നോക്കണം. അത് പറയാവുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്താണോ, അതായത് ഒത്തിരി ദിവസങ്ങളിൽ ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്തിട്ടാണോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട്. അങ്ങനെ വരുമ്പോഴത്തേനും പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ തലേദിവസത്തെ അനാലിസിസിൽ ചിലപ്പം നമ്മൾ എടുക്കുന്ന ഒരു ട്രേഡിനകത്ത് ചിലപ്പം ഒരു വ്യത്യാസം വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ദിവസം ലെവലുകൾ ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു നിങ്ങൾ പ്രൈസ് ആക്ഷൻ നിങ്ങളുടെ ഒരു പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് പ്രകാരമുള്ള ട്രേഡ് കിട്ടാതെ നിങ്ങൾ യാതൊരു കാരണവശാലും ഇന്നിപ്പോൾ മാർക്കറ്റ് പൊട്ടും അല്ലെങ്കിൽ മാർക്കറ്റ് ഇന്നവിടെ ഷോർട്ട് കവറിങ് ഉണ്ടാവും എന്നുള്ള അസംഷനിൽ യാതൊരു കാരണവശാലും നിങ്ങൾ ട്രേഡ് എടുക്കരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, താങ്ക്സ്.